നിന്റെ നീ അപ്പാപ്പനെ കൊണ്ട് കുനിച്ചു നിർത്തുവന്നോ? നീ എന്താ വിചാരിച്ച MRC പോലെ മറ്റേ മണ്ണാളോ ഇവിടെ ഉള്ളതെന്നോ? കുഞ്ഞിക്കട എടാ ഇവൻ ഏതാണ് കുനിച്ചിട്ടാളെ? മാറി അപ്പാപ്പനെ കൊണ്ടുവന്നാ അങ്ങോട്ട്. അപ്പാപ്പനെ കൊണ്ടുവന്നാ അപ്പാപ്പനോട് നിൽക്കാം. പാപ്പ നീ ഒന്ന് കുനിഞ്ഞാടാ. നിന്റെ വായ്ത്താളൊക്കെ നീ വേറെ എവിടെയും മതി കേട്ടാ, നമ്മടുത്ത് വേണ്ട നിന്റെ വായ്ത്താളമൊന്നും. മനസ്സിലായല്ലോ നിന്റെ? നീ അപ്പാപ്പനെ പേരും കോപ്പി അടിച്ചിട്ട് കുനിയടാ. നിനക്ക് സ്പെല്ലിംഗ് എന്തോടാ? കുനിയടാ നീ അങ്ങോട്ട്. അങ്ങോട്ട് നിൽക്കാൻ അതുകൊണ്ടാണല്ലോ ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു. എടാ നീ ആ കുനിഞ്ഞു നിന്നോണ്ട് നീ ഒന്ന് പറഞ്ഞേ. സോറി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറയടാ. നിന്റെ വാ പോയോ? പറ. സോറി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ. സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ. സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയി. അങ്ങനെ അതിനൊരു സുഖം കിട്ടിയില്ല. കുറച്ചും കൂടെ ഇതായിട്ട് പറ. സോറി അപ്പാപ്പ TV ആണെന്ന് അറിഞ്ഞില്ല, ഞാൻ അറിയാതെ സംസാരിച്ചു പോയതാ എന്നൊന്ന് പറ. നീ ഒരു മിനിറ്റ് അല്ല നീ ഒരു മിനിറ്റ് അറിയാതെ കുനിയിരിക്കുവാണേലും നിന്റെ മെസ്സേജ് വേണ്ട. നീ ഒരു മിനിറ്റ് ഒരു അപ്പോളജി പറഞ്ഞു. കേക്കട്ടെ. TV കണക്ട് 79. പിന്നെ ഈ അച്ഛയെ താല്പര്യമില്ലടാ നിന്റെ ഹോസ്റ്റേജിനെ ഇതാക്കിട്ടാന്ന് പറ അവന്റെ അടുത്ത്. പറയടാ ഒരു മിനിറ്റ് അപ്പോളജി പറയടാ. എന്തോ ഒരു മിനിറ്റ് അപ്പോളജി. ഒരു മിനിറ്റ് നീ അപ്പാപ്പന്റെ അടുത്ത് അപ്പോളജി പറഞ്ഞു. നീ ചെയ്ത തെറ്റ് അത്ര നേരം നീ നിർത്താതെ സംസാരിക്കണം. നീ സംസാരിക്കും. മനസ്സിലായില്ലടാ കണ്ടി നിനക്ക്. ഏടാ കണ്ടി ഒരു മിനിറ്റ് കാല് പിടിച്ച് കര നീ ഇരുന്നിട്ട് നീ ഒന്ന് പറഞ്ഞ കേക്കട്ടെ. പറ. എന്ത് പറയണ്ടേ? സോറി അപ്പാപ്പ TV ആണെന്ന് അറിഞ്ഞില്ല, ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല. സോറി എന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ. ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല. സോറി. അല്ലല്ല അങ്ങനല്ല, ഞാൻ മൊത്തം പറയടാ. ഞാൻ പറഞ്ഞത് പറഞ്ഞോണ്ടിരുന്നീ. സോറി അപ്പാപ്പ ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല, TV ആണെന്ന് അറിഞ്ഞില്ല, ഇത് പറഞ്ഞോണ്ടിരുന്നീ. ഞാൻ നിർത്താൻ നേരം പറയാൻ നിന്റെ അടുത്ത് പറയട്ടെ. ഈ മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ, ഇത്ര ഹ്യൂമിലിയേഷൻ ചെയ്യുന്നതിനകത്ത് ഈ പുള്ളി ഇപ്പൊ ഇത് പറഞ്ഞതൊക്കെ നാളെ ചിലപ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് എൻജോയ് ചെയ്യും. അത്രയും ബുദ്ധിയുള്ള അവർക്ക്, മനസ്സിലായ? ഇവർക്ക് അത്രയും ബുദ്ധിയുള്ളൂ. അല്ല ഇനി ഒരു വട്ടോടെ ഇവ ഫിയർ കാണിച്ചില്ല വലിച്ചു കൊടുത്ത കേട്ടോ ഇവനെ. പിന്നെ ഇനി ഒരു വട്ടോടെ പറയുമ്പോ സംസാരിക്കാൻ നീ ആരാ? നീ മറ്റേ രാജ കളിക്കുന്ന നീ പട്ടി തീട്ട നീ ഒന്ന് പറഞ്ഞാ പോരെ, ഇതൊക്കെ കേൾക്കേണ്ട. നീ ഒരു മിനിറ്റ് പറ. ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ പറ.
നീ പറ. പറഞ്ഞ പോലെ ഒരു അക്ഷരം തെറ്റാതെ പറയാതെ അറിയാതെ പറ്റിപ്പോയതാ. ബാക്കിയുള്ള മിണ്ടാരെ അവൻ പറയട്ടെ. ടിവി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. എടാ അവൻ പറയട്ടെ എങ്ങനെ പറയട്ടെ പറ 1 മിനിറ്റ് നീ പറ. ഞാൻ നിർത്താറാകുമ്പോ ഞാൻ പറയാം. പറയടാ സ്റ്റാർട്ട് ചെയ്തോ. സോറി ടിവി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. 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 എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ടെണ്ണ. പറ. എടാ നീ ഇനി മക്കളെ മതി എന്ന് പറഞ്ഞു. മക്കളെ മതി ആ ഒരു ഫീല് പറഞ്ഞേ. മക്കളെ മതി അത് പറഞ്ഞു. മതി മക്കളെ മതി. ഒരാൾ മര്യാദക്ക് സംസാരിക്കാൻ വിളിക്കുന്ന സമയത്ത് മര്യാദക്ക് സംസാരിക്കണം. ഇനി മനസ്സിലായ കേട്ടല്ലോ അതിന് ആ മര്യാദ കിടക്ക് നിന്റെ വീട്ടിൽ സംസാരിക്കുന്ന രീതിയിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കരുത്. മനസ്സിലായോ? ബാക്കിയുള്ളവന്മാർ നിന്റെ വീട്ടിൽ നിന്റെ ഷെയ്ക്കിനോടൊക്കെ സംസാരിക്കുന്ന പോലെ നമ്മോട് സംസാരിക്കരുത്. മനസ്സിലായോ? അതൊക്കെ അവിടെ നിന്റെ ഗ്യാങ് ഹൗസിൽ പുറത്ത് വന്ന് ഇതുപോലെ വന്ന് ഇങ്ങനെ മുട്ടയിലിരിക്കും. നീ മുട്ടയിലിരിക്കുന്നു ഇങ്ങനെ. അതൊക്കെ നിന്റെ വീട്ടിൽ വിളിക്കുക. നീ ഫോൺ വിളിച്ചിട്ടോ പുള്ളി നീക്ക കണ്ടോ ശരിക്കുള്ള എന്റെ ഫ്രസ്ട്രേഷൻ കണ്ടോ? ഇപ്പൊ அவங்க വിളിക്കുന്നുള്ളൂ. എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിട്ട് ആദ്യമായിട്ടാണ് ഒരു സിറ്റുവേഷൻ അല്ലേ. അപ്പാപ്പനെ തൊട്ടിട്ടൊന്നുമേ ഇവിടെ ഒരുത്തനും വിലസി നടക്കത്തില്ല. മനസ്സിലായ? ഇവിടെ നമ്മള് വേണ്ടാന്ന് പറഞ്ഞ് നമ്മള് പോയതാ. അപ്പാപ്പനെ അത് പറഞ്ഞുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഞാനത് വിടൂലായിരുന്നു. മറ്റേ ടർഫ് ഓപ്ഷൻ പോലും വേണ്ടാന്ന് വെച്ചനെ ആ സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ. എന്ത് ടർഫ് ഓപ്ഷൻ? അവനൊന്നും നിങ്ങളെ പറഞ്ഞിട്ട് പോകണ്ട ഇവിടുന്ന്. അവന്റെ വർത്താനോടാ. അവൻ കേറി എവിടെ കേറി കളിക്കണം. അവൻ നല്ല കുറച്ച് കിട്ടി. കാർല വിളിച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് പൊട്ടിച്ചിട്ടൊന്ന് പറയുമോ അവർക്കൊന്ന് പൊട്ടിക്കാനാണോ? അപ്പാപ്പനെ തൊട്ട നിങ്ങളുടെ അപ്പാപ്പ മാത്രമല്ലല്ലോ ഞങ്ങളുടെ അപ്പാപ്പനോടല്ലേന്ന് എന്റെ അടുത്ത് പറഞ്ഞ കാർലോ. അവനെ ഗ്യാങ്സി കൊണ്ടുപോടാ. അവനൊന്നും അവിടെ കണ്ടിട്ട് പോട്ടെ. ടൈമുണ്ടോ? ആരവൻ കൊണക്കണോ? രണ്ടോട്ടല്ലേ ഇവനൊന്ന് വലിച്ചു കൊടുത്തേ. ഫിയറിലൊന്ന് വലിച്ചു കൊടുത്തേ. അല്ലേ ഇനിയെ മക്കളെ MRCക്ക് വേണ്ടി കുറയ്ക്കാൻ എന്റെ DM-ൽ വരുന്നവന്മാർക്കും ബാക്കിയുള്ളവന്മാർക്കും ഇത് കണ്ട. ഇതാണ് നിന്റെയൊക്കെ അണ്ണന്മാരുടെ കഴിവ്. കണ്ട ഇങ്ങനെ ബ്രോ ഒന്ന് വരുമോ? അവന്റെ കയ്യും കാലും കണ്ടോ? കറക്റ്റ് നാടൻപെട്ടി ജ്യൂസ്. നമ്മുടെ 8 പേരെയല്ലാണ് അടിക്കാൻ പറ്റുള്ളൂ ഈ കണ്ടികൾക്ക്. 28 ഫുഡും കൊടുക്കണേ, അല്ലെങ്കിൽ അറിയാണ്ട് അടിച്ചിട്ട് ആരും അടിക്കില്ല. അവന്റെ ലൈഫ് പോയിട്ടുണ്ട്. ഹീലിങ്സ് കൊടുക്കണേ, ഹീലിങ്സ് ഫുഡും.
നമ്മുടെ രണ്ടുപേരും ടീം കില്ലാടാ. നീലിനെ നമ്മുടെ ആൾക്കാർ തന്നെ വണ്ടി ഇടിച്ചത് എന്തോ ആണ്. വീട്ടിൽ പോയി എടാ ദയവേത് ഇമോട്ടൊന്നും ഇടല്ലേടാ, കത്തിച്ച് കളയലടാ. വാടാ അകത്തോട്ട് വാടാ. എടാ എന്താ മണി ട്രിപ്പിൽ കക്കൂസ് ഉണ്ടോടാ? ആ ടർഫി വാ. ആയില്ലേ ഓ സുൽത്താനിൽ കയറാൻ പറ്റി എനിക്ക്. സുൽത്താനായി വാഴും ഞാൻ. ഇവിടെ എംആർസിയുടെ വണ്ടി ഇതുവഴി താഴോട്ട് പോയത് നിങ്ങളാരല്ലോ ആണോ? ഇതുവഴി താഴോട്ട് ഞാൻ സുൽത്താനിലാണ്. എനിക്ക് സുൽത്താൻ ഓടിക്കാൻ പറ്റി. പ്രൗഡ് മൊമെന്റ്. എനിക്ക് സുൽത്താൻ ഓടിക്കാൻ പറ്റി. പ്രൗഡ് മൊമെന്റ്. സച്ച് എ പ്രൗഡ് മൊമെന്റ് ഫോർ മീ. നമ്മള് മണി ടർഫ് ഉണ്ട്. വണ്ടി വരുമ്പോ നോക്കണേ നിങ്ങളെല്ലാരും വീഡിയോ ആവാണ്ട്. മറ്റേ വണ്ടി അകത്ത് വണ്ടി ബാക്കിയുള്ളവർ പോകട്ടെ. എന്താ ഒരു കൺട്രോളും ഇല്ലാത്തൊരു വണ്ടി. പക്ഷെ നല്ല സ്പീഡുണ്ട്. ഇനിഷ്യൻ ഉണ്ട് നല്ലപോലെ. ചില്ല അവിടെ അതെല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ചില്ലാവ്. നിങ്ങളെല്ലാം അങ്ങോട്ട് പോയോ? മണി ട്രിപ്പിലോട്ട് പോയോ? എത്തിയോ? വന്നോ? അതെ ടൈം വേസ്റ്റ് ഉണ്ടോ? എന്താ അപ്പി എടാ വാർച്ചാറ്റ് അടിപ്പിക്കാൻ പറ്റൂടാ? വാർച്ചാറ്റ് അടിക്കാൻ പറ്റൂടാ? ഇത് നല്ലൊരു തുടക്കമായിരിക്കും നിനക്ക്. നീ ഇവിടുന്ന് കഴുകി തുടങ്ങും. ഇതിനു മുമ്പ് ഒരുത്തം കഴിയാൻ എന്തായാലും വില്ലിപ്പം. അതുപോലെ നിനക്കും അങ്ങനെ തന്നെ ഒരു ഗതി വരട്ടെ എന്ന് നമുക്ക് ആലോചിക്കാം. നീ കഴുകി തുടങ്ങും. ആ ക്ലീൻ അടി കഴുകി തുടങ്ങും. ചരിത്രം ആവർത്തിക്കുകയാണല്ലോ വൈത്തി. അവിടെ കാണുന്നില്ല കക്കൂസിന് ഡ്രസ്സിന് ഒരുപോലെയാണല്ലോടാ. അവനെ കണ്ടിട്ട് ട്രാൻസ്പെറന്റ് ആവും. കക്കൂസിന്റെ കളർ അവന്റെ ഡ്രസ്സിന്റെ കളർ ഒരുപോലെയാണല്ലോടാ. അവന് ചന്ദ്രന് വയ്യാൻ തോന്നുന്നു. പനിയാണ് അവന് വയ്യ. വൺ ഡേ ബ്രോ, 1 ഡേയോ 1 ഇയറോ എന്ത് വേണേ എടുത്തോ. മര്യാദയ്ക്ക് കാണാൻ മര്യാദയ്ക്ക്. ഞങ്ങൾ ആ സിറ്റുവേഷൻ ഓക്കെ. എൻ്റെ അടുത്ത് ഞാൻ പുള്ളി ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കോണ പറഞ്ഞോ? ഞാൻ ഒരു കോണയും പറഞ്ഞില്ല. അപ്പാപ്പൻ തിരിച്ചു വിളിച്ചപ്പോൾ അപ്പാപ്പൻ്റെ അടുത്ത് കുനിഞ്ഞിരിക്കാനൊക്കെ പറയുന്ന എന്ത് മാനസാ? അതാണോ മര്യാദ?
പുള്ളി എന്നിട്ടും അത് കോമഡി ആക്കി കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിച്ചു. ആ POV ഒന്ന് കണ്ടു നോക്കിയേ. എന്നിട്ട് ഇനി പുതിയ ന്യായീകരണം പറയല്ലേ നമ്മളോട്. പുള്ളി എൻ്റെ അടുത്ത് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും മെസ്സ് അടിച്ചോ പുള്ളിയോട്? ഒന്നും അടിച്ചില്ല. മിണ്ടാതെ ഫോൺ കട്ട് ചെയ്ത് പോയതാണ്. മിണ്ടാതെ ഫോൺ കട്ട് ചെയ്ത് പോയതാണ്. പക്ഷേ അപ്പോഴത്തേക്കിന് അപ്പാപ്പൻ വിളിച്ചപ്പോഴത്തേക്കിന് പുള്ളിക്ക് ഭയങ്കര പ്രശ്നം പറ്റുന്നില്ല. പുള്ളിക്ക് ഞാൻ മറ്റേ MRC ഒപ്പോപ്പറാണോ ഇതൊക്കെ പറഞ്ഞ് പുള്ളി എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലായോ? ഞാനിത് കേൾക്കാൻ പോലും സമ്മതിച്ചില്ല. എൻ്റെ അടുത്തുനിന്ന് ഫോണാണ് പുള്ളി എടുത്തോണ്ട് പോവുകയും ചെയ്ത്. ഞാൻ തിരിച്ചൊരു കൊണ പറഞ്ഞത് പുള്ളി കേട്ടതുമില്ല. അത് കഴിയല്ലേ? ആ പറയടാ. ഇനിഷ്യൽ 30 മിനിറ്റ്സിലുള്ള നമ്മളുടെ സംസാരിക്കണം, കോണ്ടാക്ട് ചെയ്യണം. അവന്മാരുടെ അടുത്തോ? നമ്മൾ ചെയ്യണം. അതിപ്പോ സമയം കോൺടാക്ട് ചെയ്യേണ്ട അവരാണ് അവര് കോണ്ടാക്ട് ഇട്ടായിരുന്നപ്പാ. നമ്മളെ പറഞ്ഞ ഹോസ്പിറ്റൽസ് കഴിഞ്ഞിട്ട് ചെയ്യാന്ന്. ആ ഒരു ഇതിനകത്ത് പറഞ്ഞു ഇട്ടോ ഏതെല്ലാം റേഡിയോ പറഞ്ഞു. അത് നമ്മളെ കൊണ്ട് മാത്രം. കേക്കാവോ? ബ്ലാക്കില് മാസില് എഴുതിയ വണ്ടിയാണ്. അതാണ് ആ ഒരു നമ്മളെ ഇപ്പോഴത്തെ ആന്റി ഹൈവേ ഓടിച്ചാൽ കിട്ടുമോ? അത്ര അപ്പൊ ഈ വണ്ടി എടാ റേഡിയോ 83 അല്ലടാ? നമ്മുടെ റേഡിയോ അല്ലേ? 81 അല്ലടാ നമ്മുടെ റേഡിയോ. അല്ല ഐ മീൻ അങ്ങനല്ല, ഇത് ബ്ലാക്ക് മാഫിയുടെ റേഡിയോ MRC വണ്ടി എടുത്ത് MRC വണ്ടി എടുത്ത് ഞാനാ. ഹലോ ആ പറഞ്ഞോ. ജസ്റ്റ് ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ ഒരു 5 മിനിറ്റ് മുന്നേ കഴിഞ്ഞു അല്ലേ? ഇപ്പൊ ചെയ്തോണ്ടിരിക്കാ ബ്രോ സംസാരിച്ചു. ഡിമാൻഡ് ഒന്നും ഇല്ല. അപ്പൊ ഈ നമ്മുടെ TV-ക്കകത്ത് ഒരു TV-യിൽ ഒരു അപ്പാപ്പനുണ്ട്. അതാണ് അപ്പാപ്പൻ നമുക്കറിയാവുന്നത്. പുള്ളിയുടെ അടുത്ത് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന് കക്കൂസ് കഴിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അവനെ നമ്മൾ ഹോസ്റ്റലായിട്ട് റിലീസ് ചെയ്യാൻ താല്പര്യമില്ല. അവനെ തല്ലിക്കൊന്ന് വിട്ടേക്കാം. എന്താ വെച്ചാൽ ചെയ്തോ. കരിഞ്ഞു വരും കിട്ടില്ല അണ്ണനൊന്ന് കറക്റ്റ് മാറാ. കാതൽ അവൻ പാടുന്ന അതെ അതെ ബ്രോ, അതെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇവനോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ കൊന്നോട്ടുള്ളൂ, എന്റെ വീട്ടിൽ വിളിച്ചോളൂ. അയച്ചു കൊടുക്കണേ. പറഞ്ഞേക്കണേ, അയച്ചു കൊടുക്കണേ. എല്ലാരും ഇറങ്ങടാ, എല്ലാരും പുറത്തു ഇവനെ അടിച്ചു ഉറക്കിയ അടിച്ചു ഉറക്കിയ എന്നിട്ട് അതിനെ തന്നെ കത്തി എന്താ ആര് അണ്ണ അവനത് പാടി ആണാ?
പകുതി വെച്ച് വന്ന് നല്ല വാട്ടായിരുന്നു ആ ബിഗ് ബോഡാ വാച്ചുകൊണ്ട് എന്തിനാണ് നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ മോനെ. നീ കുരയ്ക്കാൻ വരുന്ന പുള്ളിക്ക് ഇതാ കണ്ടാ കഴിവില്ലാതെ നമ്മളെ 5 പേരെ അടിച്ചിട്ടുണ്ട്. ഇതേ കണ്ടാ നോക്കി നിന്നെ ഞാൻ ദൂരെ നിന്ന് കുറച്ച് വിഷനിൽ കാണിച്ചു തരാം. നല്ലൊരു വ്യൂവിൽ കാണിച്ചു തരാം. ഇത് കണ്ടാ നീ കുരയ്ക്കാൻ വരുന്നവന്റെ കഴിവ് കണ്ടോ? ഇത്രേ ഉള്ളു ഇവരുടെയൊക്കെ. മനസ്സിലായോ? ഇതിനു വേണ്ടിയിട്ടാണ് നീ നിന്റെ ജീവിതത്തിൽ വിലയേറിയ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? കണ്ടോ മുട്ടയിലിരിക്കുന്നു. നോക്ക്, സിനിമാറ്റിക് അല്ലേ ഇത്? സിനിമാറ്റിക് അല്ലേ ഇത്? നോക്ക് ഹൗ സെക്സി. അപ്പാപ്പൻ കൊല്ല, വേറെ ആരും കൊല്ലല്ലേ? വ്യൂസോ രാത്രി 1:35 ഞാനിവിടെ ടർഫ് ഓപ്ഷൻ എനിക്ക് 15,000 പേരെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കൊല്ലല്ല, അവനെ കൊല്ലല്ല, അവൻ കത്തിച്ചാവണം കേട്ടോ, അവൻ ആ നീ എന്നോട് വ്യൂസിന്റെ കണക്കൊക്കെ പറയുന്നേ. അവൻ കത്തിച്ചാവണം, മാറിയില്ലേ? കത്തിച്ചാവണം. ഓ അന്നത്തെ പോലെ ഞാൻ തൊപ്പി വലിച്ചിരുന്ന സാധനം എന്റെ വായിന്ന് വരുമെന്ന് ട്രൈ ചെയ്യണോ? ഓ വാവ് കണ്ട മക്കള് പോയി. ഓ ദേ ഒരു എംആർസിയുടെ വണ്ടി പോയത് അറിയാടാ. അതുണ്ട്. ഇതൊന്നും മെച്യൂരിറ്റിയുടെ അല്ലല്ലോ ബ്രോ, നമ്മുടെ കൂട്ടത്തില്. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞ ഓർമ്മയില്ല, എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം. അപ്പൊ ഞാനൊരു പേര് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പൊ ഞാനൊരു പേര് പറഞ്ഞായിരുന്നു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് റിയൽ ലൈഫിൽ ഓടി വരുന്ന ഒരാളുണ്ടെന്ന്. ഓർമ്മയുണ്ടോ ആ പേര്? ആ പേരിനെ എന്റെ മുമ്പിൽ വെച്ച് ഒരുത്തം പറഞ്ഞ അവനെ എങ്ങനെ കൊണ്ട് നിർത്തും? അതൊന്നും മെച്യൂരിറ്റി അല്ല, അതൊക്കെ എനിക്ക് പുള്ളിയോടുള്ള കടപ്പാടാ. മനസ്സിലായോ? എടാ ഗോകു അവിടെ നിന്ന് വണ്ടി എടുത്ത് വാടാ, ഇവിടോട്ട് വാടാ. MRP ഓസ്തിയാ ഏബലെ. അവന്മാര് വന്നില്ല, അവന്മാർക്ക് നഷ്ടമാണോ? നമുക്കല്ലല്ലോ. അവിടെ തന്നെ ഇറങ്ങി നിന്ന് അടിക്കരുത്, തിരിച്ച് വണ്ടി ഞാൻ കേട്ടില്ല. ആരടാ സമയം എടുത്ത് വരട്ടെ. ആർക്കാ? നമുക്കാണോ അത്യാവശ്യം? എടാ ഇവിടെ കുത്തുവാണ് നേരത്തെ ഈ വേക്കിട്ട് കൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ വണ്ടൊക്കെ എടാ അമ്പത്തൂര് AFK ആണോ? ഹലോ അമ്പത്തൂര്. അതെ, സേഫ് സോൺ അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ഫയറിംഗ് ചെയ്യാൻ പാടില്ലേ? അപ്പൊ ഞാൻ കാര്യം പറയട്ടെ, ഈ പ്രീവാർ അപ്പൊ നമ്മളെ കൗണ്ട് നോക്കിയാണോ? അപ്പൊ എന്ത് നോക്കിയായിരിക്കും ഇത് ആരെ ജയിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്? ഹലോ, അപ്പൊ ഈ പ്രീവാർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ റിസൾട്ട് വരുന്നത്? ചോദിച്ചോടാ 10 മിനിറ്റിൽ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ അല്ലേ? അതായത് അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരുത്തം പോലും വെടിവെക്കരുത്, ഒരുത്തം പോലും. ഞാൻ പറഞ്ഞ കേട്ടല്ലോ, നമ്മുടെ സൈഡിൽ നിന്ന് ഒരെണ്ണം ഉണ്ടാവരുത്. സെർവർ സൈഡ് എന്റെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അവർക്ക് ഭയങ്കര വിഷമം അല്ലടാ. അടാ നിക്ക്, ഞാനൊരു കാര്യം പറയട്ടെ, അവന്മാർക്കല്ലേ അതെ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ടുള്ള ടീം ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്, അങ്ങനത്തെ രീതിയിലൊക്കെ. ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ടുള്ള ടീമായിരിക്കും തോറ്റതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ സേഫ് സോണിന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ സസ്പെൻഷൻ ആവും കേട്ടോ. ആ ഓക്കെ. ഇപ്പൊ ഇൻ കേസ് ഈക്വൽ ആണെങ്കിൽ എന്താ സെർവർ സൈഡ് എന്താക്കും? എന്താ ഈക്വൽ ആണെങ്കിൽ നമ്മള് ഓക്കെ. നമുക്ക് അത് കഴിഞ്ഞ പ്രീവാറിനും ഇതിന്റെയൊക്കെ ഉള്ള കോണ ഉണ്ടല്ലോ, അതിന്റെ കൺസിഡറേഷൻ ഒന്നും ഇവന് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായ? എന്നിട്ട് ഏറ്റവും വലിയ ഇതെന്താ പറയാ, കോമഡി എല്ലാവരുടെയും മുമ്പിൽ മാന്യം കളിച്ചിട്ട് അങ്ങ്
നമ്മൾ റെസ്പെക്ട് കാരണം ഒന്നും പറഞ്ഞില്ലത് ടാങ്കിന്റെ അവിടെ പൊട്ടിത്തെറിച്ച് ചത്ത അതിന്റെ ഫ്രണ്ടിലോട്ടുള്ള എല്ലാരും കേട്ട് ആരൊക്കെ കൊണച്ചെന്ന്. മൊത്തം കൊണയാണ്. ഞാൻ എന്റെ ഫ്രണ്ടിൽ കിടന്നാണ് ഇവന്മാര് കൊണച്ചത്. എനിക്കറിയാല്ലേ. ഓ അവിടെ അവന്റെ ബഹളം കണക്കാണ്. എന്തോ മറ്റേ ലോട്ടറി അടിച്ച അമ്മാര് വേട്ടാ, നമ്മൾ ഒരു ഡിലേ നമ്മുടെ സൈഡിൽ നിന്ന് വരുത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞ സമയത്ത് ഇവിടെ എത്തി. 3 മിനിറ്റ് നമ്മൾ എക്സ്ട്രാ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ലൊക്കേഷൻ ചോദിച്ചു ഓൺ ദ വേ എന്ന് പറഞ്ഞു. അവരാണ് ലൊക്കേഷൻ തരാത്തത്, നമുക്കല്ലല്ലോ. ചോദിക്കേണ്ടതും വരേണ്ടതും അവരാണ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, അനൗൺസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആര് വെടിവെച്ചാലും ഇതാണ് എന്താ പറയാ, സസ്പെൻഷൻ ആണ്, ഗ്യാങ് സസ്പെൻഷൻ. നമ്മൾ 1:47 വന്നാ, നമ്മൾ 1:47 വന്നു ഇവിടെ. വീഡിയോ നോക്കിക്കോണടാ, വീഡിയോ നോക്കിക്കോണേ. അപ്പാപ്പൻ 6 മിനിറ്റ് വരട്ടെ, അമ്മ വരട്ടെ 6 മിനിറ്റ് വരുമ്പോഴേ ഇറങ്ങി അങ്ങ് പൊട്ടിക്കുക. കാരണം എടാ അവർക്ക് പാനിക്കായിട്ട് കളിച്ചേ പറ്റുള്ളൂ. കാരണം അവർക്ക് സമയം, അവരാണ് നമ്മളെക്കാൾ അവർക്ക് ടൈമർ നോക്കേണ്ടത് അവരുടെ ആവശ്യമാണ്, മനസ്സിലായ? അവര് പാനിക്കായിട്ടും ഞാൻ എല്ലാവർക്കും പറയണ കോള് കേട്ടോ, 6 മിനിറ്റ് സമയമുള്ളൂ. ഇൻ കേസ് അവർ വരുവാണെങ്കിലും കുത്തി അടിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അവരാണ് പാനിക്കായിട്ട് വരുന്നത്. ആ സിറ്റുവേഷൻ യൂട്ടിലൈസ് ചെയ്യാം. അപ്പുറത്തെ ബ്രിഡ്ജിൽ വരുന്നുണ്ട്. പോയാലോ എടാ നിങ്ങൾ നോർമൽ, ഞാൻ പറഞ്ഞേ, നിങ്ങൾ നോർമലി കളിക്കുന്നത് പോലെ നിങ്ങളുടെ അഗ്രഷൻ കീപ്പ് ചെയ്ത് കളിക്കുക. അങ്ങനെ തന്നെ കളിച്ചോ, ടൈം ഒന്നും നോക്കണ്ട നിങ്ങൾ ആരും. നമുക്ക് അങ്ങോട്ട് മേടിക്കാം. ടി വി ലൊക്കേഷൻ പറ. എനിക്ക് ഒരു മിനിറ്റ്. അല്ലല്ല, ചുമ്മാ ഞാൻ അടിച്ചതായി. മല ക്യാമ്പിയട്ടെ. അവിടെ കളിച്ച് പഠിപ്പിച്ചോളാം. അവിടെ തോറ്റു മതിയല്ലോ ഇവർക്ക്. അവര് നേരെ കയറി ടർഫിലെ പൊസിഷൻ പിടിച്ചേ. അടുത്തോട്ട ബോഗിൽ ഇവിടെ ഒരു പ്ലേസ് ഉണ്ടോ? ബ്രോ ഞങ്ങൾക്കല്ല അഗ്രഷൻ. ഇവന്മാരെ എങ്ങോട്ടാണ് ഓടണേ? എടാ വണ്ടിയുടെ സ്പീഡിൽ ഓടിച്ചോണ്ടിരിക്കുക, മനസ്സിലായി? നമ്മളെ വെയിറ്റ് അടിക്കാനാ, മനസ്സിലായോ? അവന്റെ ബുദ്ധി അങ്ങനെ പോകത്തുള്ളൂ. ഹണ്ട് ചെയ്തു, കാരണം അവരുടെ വണ്ടി സ്പീഡ് ഉള്ളതുകൊണ്ട് അവരങ്ങനെ അടുത്ത പ്ലാൻ. എടാ ഇവന്മാർ തൊട്ട് പറയുന്നത് നമ്മളെ കണ്ടിട്ട് എന്താണ് അഗ്രസീവായിട്ട് പുഷ് ചെയ്യാത്ത? ചുമ്മാ വെയിറ്റ് ചെയ്ത് നോക്കേ. ഓടി വാ. മലയിലിറങ്ങി ഇപ്പോട്ടോ കേട്ടോ അവിടെ. അയ്യോ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആവശ്യമാണല്ലോ നീ നിൽക്കുന്ന മലയിലോട്ട് നടന്നു വരേണ്ടത്. കളിച്ചില്ല ഫാൻസിന് വിഷമാവൂലടാ, ചുമ്മാ ഗൺ സേവ് ചെയ്യാൻ കാണിക്കുന്ന പരിപാടി ഏതൊക്കെ.
ചിരി വരണം. അച്ചോടാ എന്തൊരു ഗതികേടം നോക്കണം നിന്റെയൊക്കെ. ഒരു മിനിറ്റ് കൂടെ. നമുക്ക് അടിക്കേണ്ടത് മനസ്സിലായി. ഇങ്ങനെ ക്യാമ്പ് അല്ല നമ്മുടെ ആൾക്കാർ അല്ലല്ല നമ്മുടെ ആൾക്കാർ അടിക്കാതിരിക്കാനാണ് അവർക്ക് ടൈം ഓർമ്മിപ്പിക്കുന്നത്, മനസ്സിലായോ? വേടാ നമുക്ക് ഇവിടെ കുത്താം, നമുക്ക് ഇവിടെ കുത്താം. വാ വാ ഇവിടെ കുത്താം, ഇവിടെ കുത്താം, ഇവിടെ കുത്താം. ഇവിടെ ചുമ്മാ കുത്തി, ഇവിടെ കുത്തി വെക്കാം. അവര് വെറുതെ വരട്ടെ, വൈഫോട്ട് വെറുതെ വരട്ടെ, ഇവിടെ കുത്തി വെക്കാം. വാ മാർക്ക് 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 മാർക്ക്. കഴിഞ്ഞ വട്ടം നമ്മൾ കുത്തിച്ചടിച്ചില്ലേ അവിടെ അവിടെ. കഴിഞ്ഞ വട്ടം നമ്മള് കുത്തിച്ചടിച്ച മല. ഇല്ല ഇല്ല ഇവിടെ ഒന്നും നടക്കത്തില്ലടാ, ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഷോട്ട് അടിക്കുമ്പോഴേ ചിലപ്പോ ഇത് കറക്റ്റ് വീഴും. അപ്പം അങ്ങനെ ഇനി അത് പറയും അവന്മാരുടെ 10 പേര് ഇവിടെ, 10 പേര് അവിടെ. നമ്മുടെ ഒരു വണ്ടി 2 വണ്ടി പിക്കാണ്ട് ഇവിടെ അവിടെ ഞാൻ പറഞ്ഞത് ഈ മല നിർത്തിക്കോണേ. അടിച്ചു വിട്ടോ, അടിച്ചു വിട്ടോ, അടിച്ചു വിട്ടോ. അനൗൺസ്മെന്റ് വരുന്നവരെ നിങ്ങൾ അടിച്ചു. അനൗൺസ്മെന്റ് വന്നിട്ട് സമയം ഞാൻ കാര്യം പറയട്ടെ. അവന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതുപോലെ അതൊരു സന്തോഷം. അങ്ങനെയൊക്കെ 2 മണി അനൗൺസ്മെന്റ് എപ്പോഴും വരും. ഇനി അടിക്കല്ലേ. അയ്യോ എന്തിനാ 2 മണിയായപ്പോ എല്ലാ വണ്ടി പോവും. അയ്യോ 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 ഇത് 25 ഗണ്ണ്, 25 ഗണ്ണ് സേവ് ചെയ്യാൻ വേണ്ടിട്ട് അവന്മാര് കളിച്ച ചോദിക്കാൻ വരെ സത്യോടാ. സപ്പോർട്ട് ചെയ്യുന്ന കുറെ അപ്പികളുണ്ടല്ലോ. സത്യം സത്യം ഇവനൊക്കെ വേണ്ടിയാ കുറയ്ക്കാൻ നടക്കുന്നേന്ന്. മറ്റേ 4 റൗണ്ട് ഓടൂലടാ. അതില് ഇതില് വന്ന വിചാരം മനസ്സിലായല്ലോ. ഇവനൊക്കെ വേണ്ടി കുറയ്ക്കാൻ നടക്കുന്നത് നീയൊക്കെയാണ് ഏറ്റവും വലിയ ഷണ്ണൈഷുകൾ. കണ്ണാക്കി കൊടുത്തപ്പോഴത്തേനും ഫ്രീവാർ വന്ന് ഒളിച്ചിരിക്കുന്നു. എടാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ, എടാ ഇത്ര അതപ്പതിച്ചൊരു ഗ്യാങ് വേറെ എക്സലന്റ് സിറ്റിയിൽ ഉണ്ടാവൂലേ? സത്യം പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതല്ല നമ്മളെ. എടാ കുറച്ച് ഇവിടുത്തെ പാവം പിടിച്ചവന്മാരുണ്ടല്ലോ, അവന്മാരുടെ അടുത്ത് കിടക്കുന്ന ഗുണ്ടായുസം കാണണം ഇവരൊക്കെ. എന്റെ അമ്മോ, അവന്മാർ അടിച്ച് ഒരു 2 ആഴ്ച രാജാവിനെ പോലെ നിന്ന് കിടിലോണെന്ന് പറഞ്ഞു. ഈ പറയൂ വെളിയിലോട്ടുള്ള വഴിയാണ് പറഞ്ഞല്ലോ അണ്ണാ, താങ്കളെ സ്വഭാവം ഗോൾഡൻ കോൾസ് ആണ്. ഗോൾഡൻ കോൾസ് ഇല്ലല്ലേ. നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു. ബ്രോ അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്തായാലും MRT കിഡ്സ് പോയിട്ട് കൺസൈൻമെന്റ് ഒക്കെ അടിച്ച് പീഡിയൊക്കെ ഒക്കെ അടിച്ച് പഠിച്ചിട്ട് പയ്യവാ. അപ്പൊ നമുക്ക് ടി വി ആയിട്ട് സിറ്റുവേഷൻ ഒക്കെ എടുക്കാം. കേട്ടാ കണ്ടികളെ, നമ്മുടെ കൂട്ടത്തില് ഉള്ള ഏതെങ്കിലും നമുക്ക് എല്ലാ മെമ്പേഴ്സും ഈക്വൽ ആണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഹൈറാർക്കിയിലുള്ള ഏതെങ്കിലും ഒരുത്തിന്റെ അടുത്ത് കൊണച്ചാൽ നിനക്കൊക്കെ ഉള്ള അടി എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായല്ലോ? നിനക്കൊക്കെ ഉള്ള അടി എന്ന് പറയുന്നത് ഇതാണ്. കൈവാക്കിന് ഇടിയും കിട്ടി, മറ്റേ കുരിച്ചു നിർത്തി. ഇതൊരവസ്ഥയാണ് തോന്നിയത്. നമ്മുടെ ബുദ്ധി